റീസെൻ്റ്ലി ഞാൻ ദിയ കൃഷ്ണയുടെയും ഗ്രീഷ്മ എന്ന് പറയുന്ന കുട്ടിയുടെയൊക്കെ ഡെലിവറി വ്ളോഗ് കാണാനിടയായി. എനിക്ക് മനസ്സിന് ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നിയതിൽ 1-2 കമൻറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊക്കെ എപ്പിഡ്യൂറൽ എടുത്തിട്ടല്ലേ പ്രസവിച്ച്, ഞങ്ങളൊക്കെ ഫുൾ വേദനയും സഹിച്ചിട്ടാണ് പ്രസവിച്ച്. മനസ്സിലായില്ല. അതൊരു ക്രെഡിറ്റ് ആണോ? ആർക്ക് അത്രയും വേദന സഹിക്കാൻ ഇഷ്ടം? ഒരാൾക്ക് ഇഷ്ടമല്ല. അവരുടെ കയ്യിൽ പൈസ ഉണ്ട്, അവർക്കത് എടുക്കാൻ കഴിഞ്ഞു, അത് അവരുടെ ഭാഗ്യം എന്നേ ഞാൻ പറയുള്ളൂ. ഞാനും ഫുൾ വേദന സഹിച്ചിട്ട് പ്രസവിച്ചിട്ടുള്ള ഒരാളായിരുന്നു. എൻ്റെ വാക്യൂം ഡെലിവറി ആയിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് എപ്പിഡ്യൂറൽ എടുക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എന്താ, സാമ്പത്തിക സ്ഥിതിയില്ല. പിന്നെ ഫസ്റ്റത്തെ ഒരു പ്രസവം ആയതുകൊണ്ട് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് വേദന എന്നുള്ളതൊക്കെ. നമുക്ക് കേട്ടറിവും ഇതൊക്കെ ഉള്ളൂ, അനുഭവിക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ ആ പ്രസവവേദന അനുഭവിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി പ്രസവിക്കില്ല എന്നുള്ളത്. പക്ഷേ അതൊന്നും നമ്മുടെ കയ്യിലല്ല. തീരുമാനങ്ങൾക്ക് അപ്പുറമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നു. കുഞ്ഞിനോടുള്ള ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, ആ വേദന, മരണവേദന സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഞാൻ പ്രസവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുടുംബം വിട്ടിട്ടായാലും എപ്പിഡ്യൂറൽ എടുത്തിട്ടേ ഞാൻ പ്രസവിക്കുള്ളൂ. കാരണം കുറച്ചെങ്കിലും റിലീഫ് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. എപ്പിഡ്യൂറൽ എടുത്തവർ ഒട്ടും വേദന സഹിച്ചില്ല, വളരെ ഈസിയായിട്ട് പ്രസവിച്ചു എന്നാണോ വിചാരം? ഈ പ്രസവവേദനയ്ക്കൊക്കെ മുന്നേ PV എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആചാരമുണ്ട്. എൻ്റെ പൊന്നോ, പൊന്നീച്ച വർക്കും കണ്ണിക്കൂടാ. അതായത് നമുക്ക് 2 സെൻറ്റിമീറ്റർ ഡയലോഷനിലേക്ക് ആയിരിക്കും നമ്മൾ ഡെലിവറിക്ക് പോകുന്നുണ്ടാവുക. ആ ടൈമിൽ അവരൊരു PV ചെയ്യുമ്പോൾ എൻ്റെ പേടി സ്വപ്നമാണ് അമ്മമാരുടെയൊക്കെ.